ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർപഠന ചിന്തയ്ക്കായിട്ട് നമുക്ക് 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. അതില് 14 വാക്യങ്ങളാണുള്ളത്. വെളിപ്പാട് പുസ്തകം 5:1. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. യോഹന്നാൻ ഇപ്പോൾ തന്റെ ശ്രദ്ധ ദൈവത്തിന്റെ വലം കൈയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ. ആ വലം കൈ എന്നുള്ളതിന്റെ പ്രതീകം അധികാരവും ശക്തിയും രാജാധികാരവും ദൈവിക നിയന്ത്രണവുമാണ്. ആയതിനാൽ തന്നെ ഈ ഒരു പുസ്തകം ഒരു സാധാരണ പുസ്തകമല്ല, ദൈവത്തിന്റെ പരമാധികാരത്താൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു മഹത്തായ രേഖയാണ്. അതിന്റെ അകത്തും പുറത്തുമായി എഴുത്തുള്ളതായി. അക്കാലത്തെ ആരംഭകാലങ്ങളിൽ അല്ലല്ലോ, യോഹന്നാന്റെ 1-ാം നൂറ്റാണ്ടിലൊക്കെ ചുരുൾ പുസ്തകങ്ങൾ സാധാരണയായി ഒരു വശം മാത്രമേ അത് എഴുതുകയുള്ളായിരുന്നു. എന്നാൽ ഈ ഒരു പുസ്തകത്തിന്റെ അകത്തും പുറത്തും 2 പുറവും എഴുതിയിരിക്കുന്നു. അതായത് അത് മനസ്സിലാക്കുന്നത് ഉള്ളടക്കം മഹത്തായതും പൂർണ്ണമായതും ഒന്നും ഒഴിവാക്കപ്പെടാത്ത രേഖപ്പെടുത്തിയിരിക്കുന്നതും ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി പൂർത്തിയായി എന്നുള്ളതുമാണ് അവിടെ അകത്തും പുറത്തും എന്നുള്ളത് കാണിക്കുന്നത്. ഈ പുസ്തകം ദൈവത്തിന്റെ പൂർണ്ണ പദ്ധതിയും ദിവ്യ ന്യായവിധിയും ചരിത്രവും എല്ലാം ഉൾപ്പെടുന്നതാണ്. ഒന്നും മറച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല, ദൈവത്തിന്റെ തീർച്ചയായിട്ടുള്ള തീരുമാനങ്ങളുടെ ഒരു രേഖയാണ് ഈ ഒരു അകത്തും പുറത്തും എഴുത്തുള്ളതായിട്ട് കാണുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം. ആ പുസ്തകത്തിന് 7 മുദ്രയിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിന്റെ ഏറ്റവും ഭയങ്കരവും മഹത്വവുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത്. പൂർണ്ണമായി മുദ്രയിട്ടത്. 7 എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വചനങ്ങളിലൊക്കെ മനസ്സിലാക്കിയിരുന്നു, 7 പൂർണ്ണതയാണ്. ഈ പുസ്തകം തുറക്കാൻ അർഹത മറ്റാർക്കുമില്ല. അത് തുറക്കാൻ വേണ്ടിയിട്ട് അനുമതിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ, അല്ലെങ്കിൽ അതിന് യോഗ്യനായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഈ മുദ്ര പൊട്ടിക്കുവാൻ കഴിയൂ. രണ്ടാമത്തെ ഒരു കാര്യം, ദൈവത്തിന്റെ രഹസ്യങ്ങൾ സുരക്ഷിതമായി അവിടെ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ചരിത്രവും ന്യായവിധിയും ക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളും മനുഷ്യരാശിയുടെ അവസാനവും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ചുരുളിൽ അടഞ്ഞു കിടക്കുകയാണ്. ആ മുദ്രയ്ക്കകത്ത് അടഞ്ഞു കിടക്കുകയാണ്. അകവും പുറത്തും എഴുത്തുള്ള ആ ചുരുളിന്റെ മുദ്രയിട്ടേക്കുന്ന ചുരുളിൽ ഈ കാര്യങ്ങളൊക്കെയും അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിന്റെ ഭാവി ഈ പുസ്തകത്തിലുണ്ട്. ദൈവത്തിന്റെ അന്തിമ നീതിയും യേശുവിന്റെ പൂർണ്ണ ജയവും ദൈവത്തിന്റെ രാജ്യത്വത്തിന്റെ വരവും ഇതെല്ലാം ഈ മുദ്രകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പുസ്തകം ഇങ്ങനെ പ്രധാനമായതെന്ന് നമ്മൾ നോക്കിയാൽ, 7 മുദ്രകൾ തുറക്കുന്നത് തന്നെ വെളിപ്പാട് പുസ്തകത്തിലെ മുഴുവൻ സംഭവങ്ങളുടെയും തുടക്കമാണ്. ഈ പുസ്തകം തുറക്കാതെ ഒന്നും ആരംഭിക്കില്ല. ലോക ചരിത്രം തന്നെയാണ് ദൈവത്തിന്റെ കയ്യിൽ മുദ്രയിട്ട ഈ പുസ്തകം വെളിവാക്കുന്നത്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം. ആ പുസ്തകം തുറക്കാനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. ശക്തനായൊരു ദൂതനെ അവിടെ യോഹന്നാൻ കാണുകയാണ്. ബൈബിളിൽ ചില ദൂതന്മാരെ പ്രത്യേകമായി ശക്തന്മാർ എന്ന് വിളിക്കപ്പെടുന്നുണ്ട്. അവർ അത്യന്തം ബലവാനും മഹത്വമുള്ളവരുമാണ്. ഓരോ പൊസിഷനുകളിൽ ദൈവം വെച്ചിരിക്കുന്ന ഓരോ ദൂതന്മാരുണ്ട്. അതിലൊരു ശക്തിയുള്ള ഒരു ദൂതനെ കാണുന്നു. ഇതൊരു സാധാരണ ദൂതനല്ല, സന്ദേശവാഹകനായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൂതനല്ല. സ്വർഗത്തിലെ വലിയ പ്രഖ്യാപനങ്ങളെ പറയുവാൻ അയക്കപ്പെട്ട, നിർദ്ദേശിക്കപ്പെട്ട ഒരു ദൂതൻ. അവന്റെ ശബ്ദം മുഴുവൻ സ്വർഗത്തെയും ഭൂമിയെയും നടുക്കുന്ന രീതിയിൽ വരുന്ന ദൈവത്തിന്റെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ശബ്ദമാണ്. ദൈവം പറയാൻ പോകുന്ന കാര്യം എത്രമാത്രം മഹത്വമുള്ളതാണെന്ന് നമുക്കവിടെ മനസ്സിലാക്കാം. ആ ദൂതൻ അവിടെ അത്യുച്ചത്തിൽ ഘോഷിക്കുകയാണ്. ഇതൊരു ഭൂമിയിലുള്ള ഒരു രാജാവോ സാധാരണ മനുഷ്യരോ സാധാരണ ദൂതന്മാരോ ഘോഷിക്കുന്ന കണക്കല്ല. ഒരു വലിയ ശബ്ദമാണ് അവിടെ ഉണ്ടാകുന്നത്. സ്വർഗവും ഭൂമിയും പാതാളവും എല്ലാ സ്ഥലങ്ങളും കേൾക്കേണ്ടുന്നതായിട്ടുള്ള ഒരു ചോദ്യം. സകല ലോകമെമ്പാടും സകല സൃഷ്ടികളിലേക്കും എത്തേണ്ടുന്നതായിട്ടുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്.
ദൈവത്തിന്റെ ചരിത്ര പ്രസിദ്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരു സാധാരണ അറിയിപ്പല്ല, ഒരു കൊച്ചൻ വിളംബരമല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ പദ്ധതിയിൽപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രത്തെ തന്നെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. അതൊരു വല്ലാത്ത ചോദ്യമാണ്. ആ പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിക്കാനും യോഗ്യനാരുള്ളൂ? ദൂതൻ വിളിച്ചു പറയുന്ന ചോദ്യം ഇതാണ്. ആരാണ് യോഗ്യൻ? ഇതിന് യോഗ്യൻ ആരുണ്ട്? ഈ പുസ്തകം തുറക്കുക എന്നത് ലോക ചരിത്രത്തെ തുറക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ അന്തിമ ന്യായവിധി ആരംഭിക്കുക എന്നുള്ളതാണ്. യേശുവിന്റെ ജയം പൂർണ്ണമായി പ്രകടമാക്കുക, ദൈവരാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിക്കുന്ന നടപടിക്ക് തുടക്കമിടുക. ഈ വിധ കാര്യങ്ങളാണ് ഇത് പൊട്ടിക്കാൻ, ഈ മുദ്രകളെ തുറക്കാൻ ആര് യോഗ്യനായിട്ടുണ്ടെന്ന് ദൂതൻ അവിടെ വിളിച്ചു ചോദിക്കുന്നത്. ഈ ഭീമമായ ദൈവ പദ്ധതി തുറക്കാൻ യോഗ്യതയുള്ളവർ ആരാണ്? പാപരഹിതനായിരിക്കണം, സർവശക്തനായിരിക്കണം, ദൈവത്തിന്റെ പൂർണ്ണ നീതിയും വിശുദ്ധിയും നിറഞ്ഞവനായിരിക്കണം, മനുഷ്യരാശിയെ വീണ്ടെടുത്തവനായിരിക്കണം, സാത്താനെ ജയിച്ചവനായിരിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പൂർണ്ണതയുള്ളത് ആരാണ്? പൂർണ്ണനായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഇത് മുദ്ര അഴിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആരാണ് യോഗ്യൻ? സകലരും കേൾക്ക, ദൂതൻ ചോദിക്കുകയാണ്. ഇതൊരു ആത്മീയ ഭാരം ഉണ്ടാക്കുന്നതാണ്. ഇന്ന് നമുക്ക് തിരിച്ചറിയാം, ദൈവമക്കൾക്ക് തിരിച്ചറിയാം അതിന് യോഗ്യൻ ആരാണെന്നുള്ളത്. ഈ ഗുണഗണങ്ങൾ ഉള്ളത് മനുഷ്യരിലില്ല. മനുഷ്യരെപ്പോഴും അപൂർണരാണ്. ക്രിസ്തു അവരിൽ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ തന്നെയല്ല ഒരു മനുഷ്യനും രക്തം കൊടുത്ത് തന്റെ ജനങ്ങളെ വാങ്ങിയിട്ടുള്ള യേശു സഹിച്ചതുപോലുള്ള കഷ്ടങ്ങൾ മറ്റൊരു മനുഷ്യനും സഹിച്ചിട്ടില്ല. സർവജ്ഞാനിയും സർവ ക്ഷമിക്കുന്നതും സകലത്തെയും സ്നേഹിക്കുന്നവനായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മനുഷ്യനായിട്ട് വന്നു പിറന്ന യേശു ക്രിസ്തു മാത്രമാണ്. അവിടെ ഈ ഒരു നിർണായക നിമിഷത്തിൽ ഉള്ള ചിന്തകൾ ഇതാണ്. ആരാണ് ദൈവത്തിന്റെ നീതിയും കരുണയും നടപ്പാക്കുക? ആരാണ് മനുഷ്യരാശിക്ക് യഥാർത്ഥ രക്ഷയുടെ പൂരിപ്പിക്കുന്നത് ആരാണ്? ഈ ലോകത്തിൽ മനുഷ്യർ പറയും എന്തെങ്കിലും, അത് ഞാനാണ് ചെയ്തത്, ഞാനാണ് അതിന് യോഗ്യൻ, എനിക്കാണ് അതിന് യോഗ്യതയുള്ളത് എന്ന് ഇവിടെ മനുഷ്യർ പരസ്പരം വിളിച്ചു പറഞ്ഞ് ഞാനാണ് വലിയവനെന്ന് കാണിക്കുന്ന രീതി സ്വർഗത്തിൽ നടക്കില്ല. അവിടെ മൗനമായി നിൽക്കാനേ എല്ലാവർക്കും സാധിച്ചുള്ളൂ. ഉത്തരം പറയുവാൻ, സ്വയം പൊങ്ങുവാൻ അവിടെ ആർക്കും കഴിയില്ല. സ്വർഗത്തിൽ ആർക്കും കഴിയില്ല. ആരും അതിന് മറുപടി പറയാതെ ഒരു മൗനമായ ഒരു അവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത്. 5:3 പുസ്തകം തുറക്കാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ആ ഒരു ചുരുള് അത് തുറക്കുക മാത്രമല്ല, നോക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. നമ്മൾ എത്രയൊക്കെ ഈ ലോകത്തിൽ പൊങ്ങി നടന്നിരുന്നാലും എന്തൊക്കെയോ അനുഭവങ്ങളുണ്ട്, നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ആർക്ക് വേണ്ടിയൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒത്തിരി കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു പുസ്തകത്തെ നോക്കുവാനുള്ള യോഗ്യത പോലും മനുഷ്യനില്ല. വചനം അതാണ് പറയുന്നത്. നമുക്കതിനെ നോക്കുവാൻ പോലും, നമുക്കെന്ന് പറയുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്ന വ്യക്തികൾക്ക്, പിന്നീട് സർവ്വ സൃഷ്ടികൾക്ക് അതിനകത്ത് ഒന്നും നോക്കാനുള്ള യോഗ്യത പോലുമില്ല. നോക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. നമ്മളുടെ തെറ്റുകളും നമ്മുടെ പോരായ്മകളും ഒക്കെ ആ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു വരിക. ഇപ്പൊ ബോധ്യം വന്നാലും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. തെറ്റുകൾ നമ്മിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ അതിനെ അംഗീകരിക്കാത്തൊരു രീതിയാണ്, ജീവിതമാണ് ഇന്ന് ഭൂമിയിലായിരിക്കുന്നത്. ദൈവമക്കളെ, ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. നമ്മുടെ തെറ്റുകളും പോരായ്മകളൊക്കെ ദൈവത്തിലേക്ക് കൊടുക്കൂ. നമ്മൾ അതിനെ ഒഴിഞ്ഞു മാറി അതിൽ നിന്നൊക്കെ നമ്മൾ വിടുതൽ പ്രാപിച്ചുകൊണ്ട്, പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങൾ വീണ്ടും നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയാണ്. നമ്മളിൽ വസിക്കുന്ന പാപം നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പലതും ദൈവത്തിന് ഹിതമല്ലെന്നറിയാം. എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പാപത്തിലേക്ക് വീണു പോകുന്നു. നമ്മൾ ഒന്നിനും യോഗ്യരല്ല. ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് ഈ ഭൂമിയിലേക്ക് വന്ന് ജനിച്ചവരാണ് നമ്മൾ. ജനിക്കുകയും ദൈവത്തെ അറിഞ്ഞ് വീണ്ടും ദൈവത്തോട് ചേരേണ്ടുന്നവരാണ് നമ്മൾ. അവിടെ നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അത് മനുഷ്യരാശിക്കായിക്കോട്ടെ, ദൂതന്മാർക്കായിക്കോട്ടെ, ഏത് സൃഷ്ടികൾക്കായിക്കോട്ടെ, ആർക്കും നോക്കാൻ പോലും, തുറക്കുവാനും വയ്യ, നോക്കാനും വയ്യാത്തൊരവസ്ഥയാണ് ആ പുസ്തക ചുരുള്. അത് തുറക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ഏറ്റവും ഭാരം തരുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്നുമല്ലെന്ന് തോന്നിപ്പോകുന്ന ഒരു വചനമാണത്. ആ ഒരു തിരിച്ചറിവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് വരണം. അപ്പോഴാണ് നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ പറ്റുക. നമ്മൾ ഒന്നുമല്ല.
നമുക്ക് പ്രശംസിക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലെന്നേ. നമ്മൾ ശരിയായ രീതിയിൽ ബൈബിൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ശരിയേത് തെറ്റേതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഒരുപാട് പൊരുത്തക്കേടുകൾ ഈ ലോകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ പൊരുത്തക്കേടുകൾക്കനുസരിച്ച് നിന്നു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. പതുക്കെ പതുക്കെ നമ്മൾ ദൈവം ക്രമപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരവസ്ഥയാണുള്ളത്. കൂടുതൽ ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ഇന്ന് ഈ ലോകത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് ദൈവസന്നിധിയിൽ ശരിയല്ല, നീതിയുള്ള കാര്യമല്ല എന്നുള്ളത് നമുക്ക് ബോധ്യം വരുന്നു. അങ്ങനെ ബോധ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരുന്നു. അതാണ് ആത്മാവിന്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും ഒരു നിസ്സഹായാവസ്ഥയാണ്. ആദിമകാലത്തെ സഭകളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ ക്രിസ്തുവിന്റെ മരണശേഷം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യത്തെ ഉടച്ചുകൊണ്ട് അവിടെ ഒരു പുതിയ നിയമസഭയെ ഉരുവാക്കുന്ന അപ്പോസ്തലന്മാർ നേരിട്ടിരുന്നത് അവർ ഒരിക്കലും ആ പുസ്തകത്തിൽ അത് അത്രയും വിശദമായിട്ട് എഴുതിയിട്ടില്ല. ഇന്നത്തെ ഒന്നും ഒരു സൗകര്യങ്ങളും ഒന്നില്ലായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമുക്ക് കുറെ നിയമങ്ങളുണ്ട്. എവിടെയും നമുക്ക് പരാതിപ്പെടാനും നമുക്കെതിരെ ഒരു പീഡനം വന്നു കഴിഞ്ഞിരുന്നാലും അതിനൊക്കെ നമുക്ക് മറുപടികളും ചോദ്യങ്ങളും ഒക്കെ ചോദിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതൊന്നുമില്ലായിരുന്നു. ദൈവത്തിന്റെ ന്യായവും കൃപയും ഒരുമിച്ച് വഹിക്കാൻ കഴിയുന്ന വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന്റെ വില അടച്ചവന് മാത്രമേ അത് സാധിക്കൂ. മരണത്തെയും പാതാളത്തെയും ജയിച്ചവന് മാത്രമേ അത് സാധിക്കൂ. ദൈവത്തെയും മനുഷ്യനെയും ഒരുമിപ്പിക്കുന്ന ഒരു ഏക മധ്യസ്ഥനായിട്ടുള്ള ഇടനിലക്കാരനായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ അത് സാധിക്കൂ. ഇത് യേശുവിന് മാത്രമേ സാധിക്കൂ. അതിനാൽ സകല സൃഷ്ടികളും യോഗ്യതയിൽ പരാജയപ്പെടുകയാണ്. 5:4 പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ പറയുന്നു, ഞാൻ വളരെയധികം കരഞ്ഞു. എന്തുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു? ദൈവത്തിന്റെ പദ്ധതി തുറക്കപ്പെടാതെ പോവുകയാണെന്ന് തോന്നിയത്. പുസ്തകം തുറക്കാനാകുന്നില്ലെങ്കിൽ ലോകത്തിന് പ്രത്യാശയില്ലാത്തതുപോലെ ആയി പോകുമല്ലോ. പാപത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം വരില്ലെന്ന് തോന്നി നീതിയില്ലാതായി പോകുമോ? തന്നെയല്ല, ഈ വിധ കാര്യങ്ങളല്ല ഹൃദയമൊക്കെ ഒടുങ്ങി പോകുന്നത് പോലെ യോഹന്നാന് തോന്നിയെങ്കിലും മഹാംഗങ്ങൾക്കോ ദൂതന്മാർക്കോ മനുഷ്യർക്കോ ആർക്കും യോഗ്യതയില്ല എന്ന് തോന്നുമ്പോൾ സ്വർഗത്തിൽ ഒരു നിമിഷം വെറും ഒരു നിശബ്ദമായിട്ട് അത് മാറുമ്പോൾ യോഹന്നാന് വന്ന കരച്ചിൽ അതാണ്. നാം മനുഷ്യരാശികൾ ദൈവത്തെ അറിയാതെ എന്തുമാത്രം പിന്നോക്കമായിരുന്നു എന്നും ക്രിസ്തു അവിടെ ദൈവത്തിന്റെ ഹിതം എന്തുമാത്രം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നിന്നു എന്നും അതല്ല എങ്കിൽ എത്രമാത്രം കഷ്ടമാണ് മനുഷ്യന് വരുന്നതെന്നും ഒക്കെ ഉള്ള ചിന്തകൾ ഒരു പക്ഷേ യോഹന്നാന്റെ ഉള്ളിൽ തികഞ്ഞു വന്നിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കണം അധികം കരഞ്ഞത്. കാരണം യോഹന്നാനുള്ളിൽ ഒരു ബോധമുണ്ടല്ലോ. കാരണം യോഹന്നാന് സംശയിക്കാൻ പറ്റില്ല, അവിശ്വാസം ഉണ്ടാകാൻ പറ്റില്ല, പേടി ഉണ്ടാകാൻ പറ്റത്തില്ല, നിരാശയിലും കരഞ്ഞതാകാൻ സാധ്യതയില്ല. അതൊരു ദൈവ പദ്ധതി നടപ്പാക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഉഗ്രതയാണത്. തന്നെയല്ല, ഈ കോടാനുകോടി ജനങ്ങളെ കൊണ്ട് ഒരുത്തൻ പോലും നല്ലവനില്ലല്ലോ, ഞാൻ ഉൾപ്പെടെ. യോഹന്നാനും ചിന്തിക്കും ഞാൻ ഉൾപ്പെടെ, ഞാനും ചിന്തിക്കും ഞാൻ ഉൾപ്പെടെ. നമ്മളൊക്കെ എല്ലാ വഴിയിലും തെറ്റിപ്പോയവരാണ്. എന്നാൽ യോഹന്നാന്റെ ചിന്ത ഇങ്ങനെയാണ്: ദൈവമേ, നീതിക്ക് നടപ്പ് വരണം, ലോകം രക്ഷപ്പെടണം, പുസ്തകം തുറക്കപ്പെടണം. ആശ്വാസമുണ്ട്, യേശു ഉണ്ടെന്നുള്ള ആശ്വാസം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ നിൽക്കുന്നത്. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ചില മുദ്രകൾ അഴിക്കണമെങ്കിലും ചില തടസ്സങ്ങളും ചില വാതിലുകളും തുറക്കണമെങ്കിലും യേശു നമ്മളുടെ അടുക്കൽ വരണം. ചിലപ്പോ നമ്മുടെ ജീവിതവും അടഞ്ഞ പുസ്തകം പോലെ ചില മുദ്രകൾ ഇട്ട് വെച്ചിരിക്കുകയായിരിക്കാം. ആ മുദ്രകളെ അഴിക്കാൻ യോഗ്യൻ യേശു മാത്രമേ ഉള്ളൂ. അത് ഈ ലോകത്തിലായിക്കോട്ടെ വരും ലോകത്തിലായിക്കോട്ടെ യേശുവിൽ ആശ്രയം വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അടഞ്ഞ വഴികൾ തുറക്കാനും നമ്മുടെ മുദ്രകളെ അഴിക്കാനും യോഗ്യൻ യേശു മാത്രമാണ്. 5:5 പോവുകയാണ്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. 26 മൂപ്പന്മാരിൽ ഒരാൾ. അവർ സ്വർഗത്തിലെ മുൻനിര പ്രതിനിധികൾ.
യോഹന്നാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മൂപ്പൻ അവനെ സ്നേഹത്തോടെ വിളിച്ചു പറയുന്നത്, ദൈവം നമ്മുടെ കണ്ണുനീർ അവഗണിക്കുന്നില്ല, നീ കരയണ്ട കേട്ടോ. ഇന്ന് നമ്മളോടും പറയുകയാണ്, നമ്മൾ കരയണ്ട. നമ്മൾ കരയുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങളിലുമൊക്കെ ദൈവം പറയുകയാണ്, നീ കരയണ്ട. ഇതൊരു ആശ്വാസവാക്കല്ല, ഒരു ആത്മീയ പ്രഖ്യാപനമാണ്. പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട്. ദൈവ പദ്ധതി അടഞ്ഞു പോകില്ല. നിന്റെ കണ്ണുനീർ അവസാനിപ്പിക്കാൻ ദൈവത്തിന് വഴിയുണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവത്തിന്റെ കുഞ്ഞെ ഇന്ന് നിന്നോട് വിളിച്ചു പറയുകയാണ്, നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല. നിന്റെ അവസ്ഥ എന്ത് തന്നെയായിരുന്നാലും നീ ഒഴുക്കുന്ന ഈ കണ്ണുനീർ ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ ദൂതന്മാർ നിന്നോട് പറയുകയാണ്, കരയണ്ട. ഒരു വീണ്ടെടുപ്പുകാരൻ, നിന്റെ മുദ്രയെ അഴിക്കാൻ യോഗ്യനായിട്ടുള്ള ഒരുവനുണ്ട്. അവന്റെ പേരാണ് യേശു ക്രിസ്തു. നീ കരയണ്ട, ഞാൻ നിന്റെ വിഷയത്തിൽ ഇടപെടും. അവിടെ ദൂതൻ യോഹന്നാനോട് പറഞ്ഞു, നീ കരയണ്ട. ഈ പുസ്തകം തുറന്ന് വായിക്കാൻ യോഗ്യനായ ഒരാൾ ഉണ്ടെന്ന് മൂപ്പൻ പറയുകയാണ്. അതാരാണ്? യഹൂദാ ഗോത്രത്തിലെ സിംഹം, യേശു ക്രിസ്തുവിന്റെ മഹിമാ നാമം. സിംഹം എന്നുള്ളത് ശക്തിയും രാജാധികാരവും ജയവും കാണിക്കുന്നതാണ്. ഈ യഹൂദാ ഗോത്രം ഏതാണ്? യേശു ജനിച്ച ഗോത്രം. ഇത് യാക്കോബിന്റെ പ്രവചനത്തിലെ പൂർത്തീകരണമാണ്. ഉൽപ്പത്തി 49:9-10 വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. യഹൂദാ ഗോത്രത്തിലെ സിംഹമായിട്ട് എഴുന്നള്ളുന്നവനാണ് നമ്മുടെ യേശു ക്രിസ്തു. യേശു ദൈവരാജ്യത്തിലെ പരമരാജാവ്. അവൻ ദേഹിയെയും സാത്താനെയും പാപത്തെയും മരണത്തെയും ജയിച്ച സിംഹമാണവൻ. സ്തോത്രം. മനുഷ്യനെ കൊണ്ട് അസാധ്യമായത് ദൈവം തന്നെ മനുഷ്യനായി വന്ന് ഈ ജഡരക്തങ്ങളിലൂടെ ഇവിടെ ജീവിച്ച് വിശപ്പും ദാഹവും അറിഞ്ഞ് ശ്വാസോച്ഛ്വാസം എടുത്ത് ഇവിടുത്തെ കാലാവസ്ഥയിൽ ജീവിച്ച് മനുഷ്യരുടെ ചിന്താഗതികളെ അടുത്തറിഞ്ഞ് ജീവിച്ച യേശു ക്രിസ്തു, അദ്ദേഹമാണ് യോഗ്യൻ. അപ്പോ യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ. ദാവീദിന്റെ വേര്, ദാവീദിൽ നിന്ന് വന്നവനെന്നും ദാവീദിന്റെ കിരീടത്തിന്റെ ഉറവിടമെന്നും ദൈവം ദാവീദിനോട് വാഗ്ദാനം ചെയ്ത നിത്യരാജ്യത്വത്തിന്റെ നിറവേർപ്പെന്നും ഈ ഒരു അർത്ഥം വരുന്നുണ്ട്. ദാവീദിന്റെ വേര്. യേശു ഒരു രാജാവിന്റെ പുത്രൻ മാത്രമല്ല, എല്ലാ രാജാധികാരത്തിന്റെയും ഉറവിടമാണ്. ജീവന്റെ ഉറവിടമാണ്. സകലത്തിന്റെയും ഉറവിടമാണ് യേശു. ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം യേശുവാണ് യോഗ്യൻ. യേശു മാത്ര യോഗ്യൻ. കാരണം അവൻ പാപരഹിതനാണ്. ക്രൂശിൽ രക്തം ചൊരിഞ്ഞു വീണ്ടെടുപ്പ് നടത്തിയവനാണ്. അത് പൂർത്തിയാക്കി മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് വന്നവനാണ്. സ്വർഗത്തിൽ വിജയത്തോടെ ഇരിക്കുന്നവനാണ്. മനുഷ്യരാശിയുടെ വിധി തുറക്കാനുള്ള ഏക അധികാരം യേശുവിന് മാത്രമാണ്. ദൈവത്തെയും മനുഷ്യനെയും ഒരുമിപ്പിക്കുന്ന ഒരേ ഒരു മധ്യസ്ഥൻ, വേറൊരു മധ്യസ്ഥനുമില്ല. മധ്യസ്ഥൻ യേശു മാത്രമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പരസ്പരം വഹിച്ചു പ്രാർത്ഥിക്കുന്നവരാണ്. ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. വ്യക്തികൾ, മൂപ്പന്മാർ, പരസ്പര സഹോദരങ്ങൾ, പാപത്തിൽ കിടക്കുന്ന വ്യക്തികൾ, രക്ഷയിലേക്ക് വരാത്ത വ്യക്തികൾക്കൊക്കെയും ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് നമ്മൾ നമ്മുടെ പിതാവിനോട് ചെന്ന് പറയുകയാണ്, പിതാവേ, എന്റെ സഹോദരനായിട്ടുള്ള വ്യക്തി ഇന്ന പ്രശ്നത്തിലാണ്, ആ പ്രശ്നത്തിന് നീ ഒരു പരിഹാരം കാണണമേ. പക്ഷെ അവിടെ മധ്യസ്ഥം വഹിക്കാനുള്ള, നമ്മുടെ പാപങ്ങളെ, നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകളെ അവിടെ കണക്കിടാതെ ആ കുറവുകൾക്ക് നമുക്ക് മാറ്റം വരുത്തി, നമ്മുടെ മനസ്സിനൊരു മാറ്റം വരുത്തി നമ്മളിൽ മാനസാന്തരം തന്നുകൊണ്ട് അവിടെ ദൈവത്തോട് പറയും, ദൈവമേ, പിതാവേ, ഞാനും ഭൂമിയിലായിരുന്നപ്പോ ഇതേപോലുള്ള ആ പിശാചിന്റെ തിക്താനുഭവങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് അടിച്ചു വന്നപ്പോ ഞാൻ നിന്നിൽ നിന്ന് പോയതായതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റി. പക്ഷെ സാധാരണ മനുഷ്യർക്ക് അവിടെ പറ്റുന്നില്ല. അവരെ പിശാച് തളർത്തുന്നു. പിശാചിന് അവര് പെട്ടെന്ന് വശംവദരായി മാറുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. പിതാവെ, ഞാൻ മാനസാന്തരപ്പെടുത്തി അവനെ യഥാസ്ഥാനപ്പെടുത്താം. യേശു ഇങ്ങനെയാണ് മധ്യസ്ഥം വഹിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്. അവനെ നീ എനിക്ക് തന്നവനാണ്, അവനെ നീ നശിപ്പിച്ച് കളയരുതേ, അവനെ വേണ്ടാന്ന് വെക്കരുതേ, അവനെ ഞാൻ വീണ്ടെടുത്തുകൊള്ളാം, അവനെ ഞാൻ റെഡിയാക്കാം. നമ്മുടെ വീട്ടില് അച്ഛൻ അടിക്കാൻ പിടിക്കുമ്പോ അമ്മ അതിന്റെ ഇടയ്ക്ക് കയറും, അയ്യോ വേണ്ട, നിങ്ങൾ അടിക്കണ്ട കേട്ടോ, ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ശരിയല്ലേ? ഇപ്പൊ അതല്ല, ഇപ്പൊ അടിയൊന്നും ഇല്ല, അത് വേറൊരു കാര്യം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ്.
അമ്മൂമ്മയും അപ്പൂപ്പനുമാണ്, കുഞ്ഞുങ്ങളെ തൊടാൻ സമ്മതിക്കത്തില്ല. അവരതിന്റെ ഇടയ്ക്ക് കയറും. ഒരു മധ്യസ്ഥമാണത്. ഞാൻ റെഡി ആയിക്കോളാം, ഞാൻ അത് പറഞ്ഞു കൊടുത്തോളാം എന്നതുപോലെ ആ കുഞ്ഞുങ്ങളെ കാണുന്ന അതേ ലാഘവത്തിൽ, അതേ മനസ്സുകൊണ്ടാണ് യേശുക്രിസ്തു നമ്മളെ കാണുന്നത്. അപ്പൊ നമ്മളിലൊരു പോരായ്മ വരുമ്പോൾ, തെറ്റ് വരുമ്പോൾ യേശുവിന് വേദനിക്കും, ഉറപ്പായിട്ടും വേദനിക്കും. എന്റെ കുഞ്ഞു വീണ്ടും തെറ്റുന്നല്ലോ എന്ന്. പക്ഷെ ആ തെറ്റിനെ ദൈവം അതിനെ മാറ്റിക്കൊണ്ട്, ആ തെറ്റിനെ ദൈവം വെറുക്കുന്നുണ്ട്. പക്ഷേ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ സ്നേഹിക്കുന്ന ദൈവമാണ് ദൈവം. അതാണ് നമ്മുടെ യേശു. നിങ്ങൾ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണം. എന്നും പറഞ്ഞു പോയി നമ്മൾ മനഃപൂർവ്വം തെറ്റ് ചെയ്യാനല്ല. നാം സ്നേഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കങ്ങനെ തെറ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. നമ്മൾ മാറി വരും. പക്ഷെ അതിന് നമ്മുടെ മനസ്സ് ഒരുക്കപ്പെട്ടു വരണം. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ അതിൽ നിന്നൊന്ന് തിരിഞ്ഞ് ചിന്തിക്കൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവൻ തന്നൊരു യേശു ഉണ്ട്. ആമേൻ, സ്തോത്രം. അതിനാൽ തന്നെ ഒരേ ഒരു ഇടനിലക്കാരൻ, ഒരേ ഒരു മധ്യസ്ഥൻ യേശു മാത്രമാണ്. ഇതിന്റെ ഇടയിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തികളും ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടി അവിടെ ക്രിസ്തുവിനൊപ്പം ആ സമയത്ത് മരിച്ച കള്ളനൊഴിച്ച് അന്നു മുതൽ ഇന്നു വരെയും മരിച്ചവർ നിദ്ര കൊള്ളുകയാണ്. വ്യക്തമായിട്ട് അത് മനസ്സിലാക്കുക. ഒരിക്കലും അവർ അപ്പാടെ ഉയർത്തെഴുന്നേറ്റൊന്നും പോയിട്ടില്ല. എല്ലാ വ്യക്തികളും നിദ്ര കൊള്ളുകയാണ്. പിന്നെ നമ്മൾ ആരുടെ പേരിലാണ് മധ്യസ്ഥം വഹിക്കുന്നത്? നമുക്ക് ജീവിച്ചെഴുന്നേറ്റ ഒരേ ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ മധ്യസ്ഥം വെക്കുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ നേരിട്ട് എന്നും പിതാവിനോട് ഒരു കാര്യം പറയുകയല്ല, ക്രിസ്തുവിന്റെ നാമം പറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവിടെയാണ് ദൈവം പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 നോക്കിയാൽ, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. ഈ വചനങ്ങൾ തന്നെ നമ്മളെ ഓർപ്പിക്കുന്നതാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണ്. യേശു നമുക്ക് മധ്യസ്ഥം നിന്ന് തന്നെ യേശു അത് പൂർണ്ണമായി തീർത്തു തരികയും ചെയ്യും. 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. ക്രൂശിന്റെ വിജയ പ്രഖ്യാപനമാണത്. യേശു എങ്ങനെയാണ് ജയിച്ചത്? പാപത്തെയും മരണത്തെയും നരകത്തെയും പാതാളത്തെയും അധർമ്മത്തെയും സാത്താനെയും എല്ലാത്തരം ദുഷ്ടശക്തികളെയും ഇതെല്ലാം ക്രൂശിൽ യേശു ക്രിസ്തു ജയിച്ചു. നമ്മുടെ ജീവിതത്തിന്റെയും ജീവന്റെയും ഉറവിടം യേശു തന്നെയാണ്. കാരണം യേശു ഇതെല്ലാം ജയിച്ചാണ് ഇന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. അത് ജയിച്ച് നമ്മളെ വീണ്ടെടുത്തിരിക്കുമ്പോൾ നമ്മൾ യേശുവിനെ, ഈ വീണ്ടെടുത്ത കർത്താവ് യേശു എന്റെ പാപങ്ങൾക്കായിട്ടാണ് ഈ മരിച്ചതെന്നും അടക്കപ്പെട്ടതെന്നും ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ വസിക്കുന്നവനായ യേശു ക്രിസ്തുവിനെ ഞാൻ എന്റെ രക്ഷിതാവും കർത്താവുമായി ഏറ്റെടുക്കുമ്പോഴാണ് ഞാനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പാസ് എനിക്കും ലഭിക്കുന്നത്. ആ പാസ് ഞാൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്നാൽ ക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടും ഓരോ വ്യക്തികളും, വിശ്വാസികൾ ഓരോ വ്യക്തികളും അങ്ങനെ തന്നെയാണ്. ആയതിനാൽ തന്നെ ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തികൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. വാക്യം 5:6, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. ആദ്യം നമ്മൾ യേശുവിനെ സിംഹമായിട്ട് കണ്ടു. ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ കാണുന്നു കുഞ്ഞാട്. ശക്തനായ സിംഹം തന്നെയാണ് യേശു. പക്ഷെ ഇപ്പോൾ കുഞ്ഞാടായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ കുഞ്ഞാട് എന്തിനെ സൂചിപ്പിക്കുന്നു? തന്റെ നിരപരാധിത്വത്തെ സൂചിപ്പിക്കുന്നു. യാഗവും ശാന്തതയും സമർപ്പണവും വീണ്ടെടുപ്പുമാണ് അവിടെ കുഞ്ഞാടിനെ സൂചിപ്പിക്കുന്നത്. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. യേശുവിന്റെ വധത്തിന്റെ അടയാളങ്ങൾ ഇപ്പോഴും യേശുവിന്റെ മേളിലുണ്ട്. അണിപ്പഴുതുകളുള്ള കൈകൾ, സ്തോത്രം കർത്താവേ, തുളച്ച മാറിടം, ദേഹത്തേറ്റേക്കുന്ന മുറിവുകൾ, ക്രൂശിന്റെ തെളിവുകൾ ഇപ്പോഴും യേശു തന്റെ ശരീരത്തിൽ വഹിച്ച് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ആ ഒരു പ്രതിബിംബം അവിടെ കാണുകയാണ്. സ്തോത്രം. പെട്ടെന്ന് എനിക്കൊരു ചിന്ത വരുന്ന ഇതാണ്, ദൈവമക്കളെ, ഈ 2000 വർഷത്തിന് ശേഷം ഇന്ന് ഞാനോ അല്ലെ നിങ്ങൾക്കോ ആ ഒരു ക്രൂശീകരണം നേരിട്ട് കാണാൻ നമുക്ക് സാധിച്ചില്ല. ശരിക്കും അതിന്റെ ഒരു തീവ്രത നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ നമ്മുടെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് നമ്മൾ അതിനെ ഒന്ന് കാണാറുണ്ട്. ഒരു ചിത്രം പോലൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കാറുണ്ട്. കാരണം ചിത്രങ്ങളാണല്ലോ എപ്പോഴും മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ
പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ നല്ലപോലെ സ്വാധീനിച്ചതാണ്. അത് മനുഷ്യനാണ് അഭിനയിച്ചേക്കുന്നതൊക്കെ മനുഷ്യരാണ്. പക്ഷേ ആ ഒരു തീവ്രത അവർ അഭിനയിച്ചതാണെങ്കിൽ പോലും അതിന്റെ ആ ഒരു തീവ്രത അത് പച്ചയായിട്ടുള്ള മനുഷ്യൻ അനുഭവിക്കുമ്പോൾ എങ്ങനെയാണെന്ന് ആ ഒരു സിനിമയിലൂടെ ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക് അത് തിരിച്ചറിയാൻ പറ്റി. സ്തോത്രം. ആ രൂപത്തെ, ആ നിൽക്കുന്ന രൂപം, ആ മുറിവുകള്, ഏറ്റ മുറിവുകൾ, ആ മുറിവുകളോട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുകയാണ് അവിടെ ദൈവത്തിന്റെ മുമ്പില്. അവിടെ നമുക്കത് ദർശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാകുന്നത്. സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു. അപ്പോഴാണ് അവര് ഭീകരത കൂടുതൽ വരുന്നത്. കാരണം വേദപുസ്തകത്തിലൂടെ വെളിപ്പെടുത്തി ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളിൽ നമ്മൾ യേശുവിനെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അത് യഥാർത്ഥമായിട്ട് നമ്മൾ നേരിൽ കാണുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ആ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് എന്തുമാത്രം നമ്മൾ അകന്നു പോയി. എനിക്ക് വേണ്ടിയിട്ട് കൂടിയാണല്ലോ യേശു ക്രിസ്തു അവിടെ ആ കഷ്ടങ്ങളൊക്കെ സഹിച്ചത്. കഷ്ടത്തിന്റെ ഒരു അംശം അവിടെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സന്നരം ഇന്ന് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ നിൽക്കാൻ ദൈവസന്നിധിയിൽ അവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് അറിയാൻ പറ്റുന്നില്ല. അത്രയും വേദന നമുക്ക് വരും. ആ അറുക്കപ്പെട്ടതുപോലെ ആ ക്രൂശിന്റെ തെളിവുകൾ തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് പ്രാണനാഥൻ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പക്ഷേ യേശു അവിടെ നിൽക്കുമ്പോഴും മരിച്ച അവസ്ഥയിലല്ല, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റാണ് നിൽക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണല്ലോ നമ്മളെ ഉയർപ്പിക്കുന്നത്. യേശു തന്റെ മുറിവുകൾ മറച്ചിട്ടില്ല, മായ്ച്ചു കളഞ്ഞിട്ടില്ല. എല്ലാം വിജയത്തിന്റെ അടയാളങ്ങളാണ്. ആ മുറിവുകൾ, ഓരോ മുറിവുകളും വിജയത്തിന്റെ അടയാളങ്ങളാണ്. നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മൾ നശിച്ചു പോകേണ്ടുന്ന നമ്മളുടെ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തു വഹിച്ചതെല്ലാം തന്റെ അടയാളമായി, വിജയത്തിന്റെ അടയാളമായി യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ വെച്ചേക്കാണ്. അത് ശരിക്കും ശരീരത്തിൽ യേശുവിനൊരു വലിയ കിരീടം തന്നെയാണ്. താൻ രക്തം കൊടുത്ത് വാങ്ങിയതാണ് നമ്മളെ, ഓരോ മനുഷ്യനെയും. എനിക്കായി ചൊരിഞ്ഞ രക്തം സ്വർഗത്തിന്റെ മധ്യത്തിൽ നിന്നും തിളങ്ങുന്നു. നിങ്ങൾക്കായി, മാനവരാശിക്കായി, നശിച്ചു പോകേണ്ടുന്ന ഓരോ മനുഷ്യനുമായി യേശു ചൊരിഞ്ഞ രക്തം. സ്തോത്രം. അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കണ്ടു. അതിന് 7 കൊമ്പ്. അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ആ കുഞ്ഞാടിന് 7 കൊമ്പുകളുണ്ട്. എന്തൊക്കെയാണ് ആ 7 കൊമ്പുകളെന്ന് നോക്കാം. ഒന്നാമത്തത് രാജാധിപത്യത്തിന്റെ പൂർണ്ണ ശക്തി. യേശു എല്ലാ രാജാക്കന്മാരെയും മറികടക്കുന്ന രാജാതിരാജൻ. ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ, ലോകസ്ഥാപനം മുതൽ ഇതുവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ മുമ്പിൽ കാണിച്ചു തരും എങ്ങനെയാണ് ഭരിക്കേണ്ടുന്നതെന്ന്, എങ്ങനെയാണ് ജനങ്ങളെ നയിക്കേണ്ടുന്നതെന്ന് യേശു കാണിച്ചു തരും. കാരണം സകലത്തെയും മറികടക്കുന്ന രാജാതിരാജനാണ്. രാജാധിപത്യത്തിന്റെ പൂർണ്ണ ശക്തിയാണ് 7 കൊമ്പിൽ ഒന്നാമത്തെ കൊമ്പ്. രണ്ടാമത്തെ കൊമ്പ് ന്യായവിധിയുടെ പൂർണ്ണ അധികാരമാണ്. ലോകത്തെ ന്യായം ചെയ്യാനുള്ള അധികാരം പിതാവ് മുഴുവനായും പുത്രന് തന്നിരിക്കുന്നു. യോഹന്നാൻ 5:22. ലോകത്തെ ന്യായം വിധിക്കാനുള്ള അധികാരം അപ്പൊ യേശുവിനാണ്. ന്യായവിധിയുടെ പൂർണ്ണ അധികാരം. മൂന്നാമത്തത് രക്ഷയുടെ പൂർണ്ണ ശക്തി. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കാൻ കഴിയുന്ന ഏക ശക്തി യേശുവിനാണ്. അതുകൊണ്ട് തന്നെ രക്ഷയുടെ പൂർണ്ണ ശക്തി. നാലാമത്തത് യുദ്ധത്തിന്റെ പൂർണ്ണ ജയം, സ്പിരിച്വൽ വിക്ടറി. സാത്താനെയും പിശാചുക്കളെയും നരകശക്തിയെയും പൂർണ്ണമായി തോൽപ്പിച്ച ശക്തി. ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് പിശാചിന്റെ പ്രവൃത്തികൾ നശിപ്പിക്കുവാൻ. 1 യോഹന്നാൻ 3:8. അപ്പൊ യുദ്ധത്തിലുള്ള പൂർണ്ണ ജയം, സഭയെ നയിക്കാനുള്ള പൂർണ്ണ അധികാരം. സഭയുടെ തലവൻ യേശുവാണ്. സഭയുടെ സംരക്ഷണം, നയിക്കൽ, ശിക്ഷണം എല്ലാം യേശുവിന്റെ അധികാരത്തിലാണ്. ആറാമത്തത് സൃഷ്ടിയിലുള്ള പൂർണ്ണ അധികാരം. ലോകവും സൃഷ്ടികളും യേശുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതും അവൻ മുഖാന്തരം നിലനിൽക്കുന്നതുമാണ്. കൊലോസ്യർ 1:16-17 നമുക്കത് കാണാൻ സാധിക്കും. ഏഴാമത്തെ കൊമ്പ് നിത്യരാജ്യത്തെ സ്ഥാപിക്കാനുള്ള പൂർണ്ണ അധികാരം. യേശു വരുമ്പോൾ ദൈവരാജ്യം പൂർണ്ണതയിലെത്തും. മരണവും ദുഷ്ടതയും മുഴുവനും ഇല്ലാതായി ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടാകും. അതാണ് 7 കൊമ്പുകൾ. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്.
കണ്ണ് എന്ന് പറയുന്നത്, ബൈബിളിൽ നമ്മൾ കണ്ണെന്ന് പറയുന്നത് ജ്ഞാനമാണ്, ദർശനമാണ്, ആന്തരികമായിട്ട് നമ്മൾ കാണുന്ന ആത്മാവിന്റെ വെളിച്ചമാണ് കണ്ണെന്ന് പറയുന്നത്. സർവവിജ്ഞാനമാണത്. അപ്പൊ 7 കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ ജ്ഞാനമാണ്. യേശുവിനെല്ലാം കാണാം. മനുഷ്യ ഹൃദയം കാണാം, ഭൂമി കാണാം, കാലഘട്ടങ്ങൾ കാണാം, ശത്രുവിന്റെ പദ്ധതികൾ കാണാം. ഞാനും നിങ്ങളുമൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നെന്നും ഇനിമേൽ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് യേശുവിന് കാണാം. നമ്മുടെ ജീവിതം മുഴുവനും യേശുവിന് കാണാൻ പറ്റും. നമ്മൾ ഒറ്റപ്പെടുന്ന സമയങ്ങളിലും, നമ്മളെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന സമയങ്ങളിലും, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളിലും, നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിലുമൊക്കെ ദൈവത്തിന്റെ കണ്ണുകൾ പൂർണ്ണമായിട്ട് നമ്മളെ കാണുകയാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകം 5:7 പറയുകയാണ്, യേശു വന്നു, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇവിടെ പറയുന്ന അവൻ, അതായത് യേശു ക്രിസ്തു, അറുക്കപ്പെട്ട കുഞ്ഞാട്, യഹൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേര്, ദയാധിപതിയായി മുന്നോട്ട് വന്നു, ജയാളിയായി മുന്നോട്ട് വന്നു. ദൈവത്തിന്റെ നിത്യ പദ്ധതി ഏറ്റെടുക്കാനായി വന്നു. മറ്റുള്ളവരെല്ലാം ഇതിന് യേശുവിന് തക്കവണ്ണ യോഗ്യരല്ലെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇതിപ്പോ ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും ഒരു യോഗ്യരല്ലെന്ന് എനിക്കും മനസ്സിലാകുന്നുണ്ട്, നിങ്ങൾക്കും മനസ്സിലാകും. ഇത് കേൾക്കുമ്പോഴും വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം അതിൻ്റെതായിട്ടുള്ള ആത്മീയ അർത്ഥത്തിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഒന്നുമില്ല, ഷൂന്നൊന്ന് വെക്കാൻ പോലും ഇല്ല, നമ്മള് ഒരു അപ്പൂപ്പത്താടിയുടെ അത്ര പോലും ഇല്ല. അത് പിന്നെ എവിടെയെങ്കിലും പോയി പറ്റിപ്പിടിച്ചേരും ഇത്തിരി നേരം ഇരിക്കാൻ പറ്റും, അത്ര പോലും ഇല്ല മനുഷ്യന്. സ്തോത്രം. മറ്റാരും യോഗ്യരല്ലാതിരുന്ന സ്ഥാനത്ത് യേശു മുന്നോട്ട് ചുവടുകൾ വെച്ചു. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ അടുക്കലേക്ക് യേശു നീങ്ങുകയാണ്. ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദൈവപിതാവ്, സർവ ഭൂവാധിപതി, സർവത്തിന്റെ അധികാരി. സകല ചരിത്രവും ഭാവിയും വിധിയും ദൈവപിതാവിന്റെ കൈകളിലാണ്. ഈ വാക്കുകൾ ദൃശ്യമാകുന്നുണ്ട്. പിതാവും പുത്രനും തമ്മിലുള്ള നിത്യ ഐക്യ ബന്ധം, ദൈവിക ബന്ധം ഇവിടെ മനസ്സിലാകും. നമ്മളിവിടെ വ്യത്യാസമായിട്ട് പലരും യേശു മനുഷ്യനാണ് എന്ന് പറഞ്ഞത് ദൈവമല്ല എന്ന് വാദിക്കുന്ന ചില വ്യക്തികളുമുണ്ട്. അവിടെ വാദത്തിനൊന്നും ഞാൻ നിൽക്കുന്നില്ല. എന്നാൽ എനിക്ക് തിരിച്ചറിഞ്ഞൊരു കാര്യം ഞാൻ പറയാം. ജഡമായി വന്നു കഴിഞ്ഞപ്പോൾ അത് മനുഷ്യനായി ജനിച്ച് പിതാവിന്റെ ഇഷ്ടം, അതൊരു സൃഷ്ടി നടന്നു കഴിഞ്ഞു. സൃഷ്ടി നടന്നു കഴിഞ്ഞത് കൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ആളത്വം അവിടെ ഉണ്ട്. അതേസമയം തന്നെ ദൈവത്തിന്റെ പൂർണ്ണതയും യേശുവിനകത്തുണ്ട്. യേശു മനുഷ്യനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ സകല മനുഷ്യർക്കും മുമ്പിൽ നടക്കുന്ന ഒന്നാമത്തെ ലീഡർ യേശു തന്നെയാണ്. എന്നാൽ യേശു ദൈവവുമാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന്, വലം കൈ അധികാരവും ശക്തിയും ആധിപത്യവും ഒരു സ്ഥാനമാണ് വലം കൈ എന്ന് പറയുന്നത്. എന്ത് തെറ്റുകൾ നമ്മൾ ഈ കൈ കൊണ്ട് ചെയ്യുന്നതിലും അതും വലം കൈ കൊണ്ടാണ്. എന്ത് നന്മ ചെയ്യുന്നതും വലം കൈ കൊണ്ട് തന്നെയാണ്. അപ്പം യേശുവിന്റെ വലം കൈയിലുള്ള പുസ്തകം ദൈവത്തിന്റെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. ഒരു ശക്തമായ ഒരു സന്ദേശം അവിടെ ഉണ്ട്. സർവശക്തനായിട്ടുള്ള ദൈവം യോഗ്യനും പൂർണ്ണനുമായ യേശു ക്രിസ്തുവിനാണ് ആ പുസ്തകം കൊടുത്തത്, മറ്റാർക്കും കൊടുക്കുന്നില്ല. അപ്പോൾ വലം കൈയിൽ നിന്നും പുസ്തകം വാങ്ങി. ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു നിമിഷമാണത്, പുസ്തകം വാങ്ങുക. ദൈവത്തിന്റെ കയ്യിൽ നിന്നും യേശു ആ പുസ്തകം തന്റെ കൈകളിലേക്ക് വാങ്ങി. ലോക ചരിത്രത്തിന്റെ നിയന്ത്രണം യേശുവിന്റെ കരങ്ങളിലേക്ക് ഏറ്റെടുത്തു. ന്യായവിധി ആരംഭിക്കാൻ അധികാരം ഏറ്റെടുക്കുന്നു. മുദ്രകൾ പൊട്ടിക്കാനുള്ള പൂർണ്ണ യോഗ്യത നേടുന്നു. ദൈവ പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ യോഗ്യത തെളിയിക്കുന്നു. രാജ്യത്വത്തിന്റെ പൂർണ്ണ അവകാശം കൈവശപ്പെടുത്തുന്നുണ്ട്. പുസ്തകം വാങ്ങിയപ്പോൾ വിവിധ കാര്യങ്ങൾ നടന്നു. ഇനി എന്താണ് ഈ പുസ്തകത്തിൽ? മനുഷ്യരാശിയുടെ അവസാനത്തെ ചരിത്രങ്ങൾ വരികയാണ്. ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോകുന്നു. വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം വരാൻ പോകുന്നു. യേശുവിന്റെ നിത്യജയം വരാൻ പോകുന്നു. പുതിയ സ്വർഗവും പുതിയ ഭൂമിയും തുടങ്ങുന്ന പദ്ധതികൾ, ഇവയൊക്കെയാണ് ഇപ്പോൾ യേശുവിന്റെ കൈകളിൽ ഇരിക്കുന്നത്. അവിടെ എന്തുകൊണ്ടാണ് ഇത്രയും മഹത്തരമായിട്ടുള്ള ഒരു നിമിഷമാകുന്നത്? ദൈവത്തിന്റെ പദ്ധതി ഇപ്പോൾ സജീവമാകാൻ പോവുകയാണ്. മുദ്രകൾ തുറക്കപ്പെടും. അവസാന കാലം തുടങ്ങും. ദൈവരാജ്യം പ്രഖ്യാപിക്കപ്പെടും. യേശുവിനുള്ള അന്തിമ ബഹുമതി അവിടെ കൊടുക്കും. അതായത് യേശുവിന്റെ ക്രൂശിലെ ജയത്തെ സ്വർഗം ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ഒരു സമയമാണത്. സ്വർഗത്തിൽ വലിയ ആരാധനകൾ ആരംഭിക്കാൻ പോവുകയാണ്. അത് അടുത്ത വചനത്തിൽ നമുക്ക് കാണാം. കുഞ്ഞാടിന്റെ പേരിൽ അവിടെ സ്തുതികളും ആരാധനകളും ഒക്കെ നടക്കുന്നത്. ദൈവമക്കളെ, ഇവിടെയാണ് എനിക്കൊരു ചിന്ത, ഒരു വലിയ ചിന്ത. നാഴികയും
കാര്യങ്ങളും ഒന്നും എനിക്കറിയാൻ വയ്യ. നിങ്ങൾ അത് വെച്ച് എന്നെ തിരിച്ച് ചോദ്യം ചെയ്യാനോ അല്ലെ ചിന്തിക്കാനോ നിൽക്കണ്ട. നാഴികയൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത്, ഈ മുദ്ര പുസ്തകം വാങ്ങിക്കുന്ന സമയത്ത്, യേശുക്രിസ്തു അവിടെ അടക്കപ്പെട്ട കുഞ്ഞാടിനെ പോലെ നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്വർഗത്തിലുണ്ട്. കാരണം എടുക്കപ്പെട്ട വ്യക്തികളാണ് സഭ. എടുക്കപ്പെട്ട വ്യക്തികളാണ് ആ കാര്യത്തെ കാണേണ്ടുന്നത് അവരാണ്. ആ പുസ്തകങ്ങൾ വാങ്ങുന്നത് കാണണ്ടേ, നമുക്ക് കാണണ്ടേ? അപ്പൊ സഭ അവിടെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതിന്റെ നാഴികയും കാര്യങ്ങളും ഒക്കെ പിതാവാൻ ദൈവത്തിനെ അറിയുന്നുള്ളൂ. ഏത് സമയത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷേ അന്ത്യകാലത്തിന്റെ ബഹളങ്ങൾ തുടങ്ങുന്ന രീതിയിലേക്ക് ഇന്ന് രാജ്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ആകുമ്പോൾ ആത്മാവിൽ ഭയങ്കര ഭാരം വന്ന് നിറയുകയാണ്. ഇനിയും അനേകർ രക്ഷിക്കപ്പെടാനുണ്ടല്ലോ, അനേകർ നാശത്തിന്റെ വഴിയിലേക്ക് പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വളരെ സങ്കടം വരികയാണ്. ദൈവത്തിന്റെ വലം കയ്യിലിരുന്ന പുസ്തകം ഇപ്പോൾ യേശുവിന്റെ കരങ്ങളിലേക്ക് വന്നു. നമ്മളും യേശുവിന്റെ കരങ്ങളിലാണ്. നമ്മളുടെ കഥകളും നമ്മുടെ ജീവിതവും ഒക്കെ ഇപ്പൊ യേശുവിന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. പുസ്തകം 5:1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. അടുത്ത വീഡിയോയിലേക്ക് ഇടാം. ഒരുപാട് ദീർഘമായിട്ടുള്ള വീഡിയോകളിലേക്ക് ചിലപ്പോൾ എല്ലാവരും എല്ലാം കണ്ടെന്ന് വരില്ല. നിങ്ങൾ ഇത് കാണണം. ഇത്രയും നേരം ദൈവത്തിന്റെ ഈ മഹത് വചനങ്ങളെ കേട്ടുകൊണ്ടിരുന്നു നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.